യുഎസിന്റെ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ യുഎസ് എംബസി. യുഎസിൽ കുട്ടിക്ക് ജന്മം നൽകുക എന്ന ഉദ്ദേശത്തോടെ യാത്ര ചെയ്യാനാണ് പദ്ധതിയെന്ന് സംശയിക്കപ്പെടുകയാണെങ്കിൽ വിസ നിഷേധിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. യുഎസിന്റെ ജന്മാവകാശ പൗരത്വ നിയമം മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് യുഎസ് അധികൃതരുടെ ഈ മുന്നറിയിപ്പ്. യുഎസ് എംബസി പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടിക്ക് യുഎസ് പൗരത്വം ലഭിക്കുന്നതിനായി അമേരിക്കയിൽ പ്രസവിക്കുക എന്നതാണ് യാത്രയുടെ പ്രാഥമിക ഉദ്ദേശമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ യുഎസ് കോൺസുലർ ഉദ്യോഗസ്ഥർ ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ നിരസിക്കും. ഇത് അനുവദനീയമല്ല. യുഎസ് ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് പ്രസവത്തിനായി അമേരിക്കയിൽ വരുന്നത് ദുരുപയോഗമാണെന്നും ഇതിലൂടെ അമേരിക്കൻ നികുതിദായകർക്ക് ചികിത്സാ ചെലവ് വഹിക്കേണ്ടി വരുമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ മാസം വ്യക്തമാക്കിയിരുന്നു. കുട്ടിക്ക് യുഎസ് പൗരത്വം ലഭിക്കാൻ വേണ്ടി മാത്രം യുഎസ് ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് പ്രസവത്തിനായി അമേരിക്കയിൽ വരുന്ന വിദേശ മാതാപിതാക്കളെ അംഗീകരിക്കാനാവില്ലെന്നും ഇത് അമേരിക്കൻ നികുതിദായകർക്ക് ചികിത്സാ ചെലവ് വഹിക്കേണ്ടി വരാൻ ഇടയാക്കുമെന്നുമായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം യുഎസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാവർക്കും അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഈ നിയമം അമേരിക്കൻ പൗരന്മാരുടെ കുട്ടികൾക്ക് മാത്രമല്ല ബാധകമാകുക. നിയമപരമായി അമേരിക്കയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാരുടെ കുട്ടികൾക്കും അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും ബാധകമാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ജന്മാവകാശ പൗരത്വത്തിലെ ചില വ്യവസ്ഥകൾ നിർത്തലാക്കാൻ വലിയ നീക്കം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്കോ താൽക്കാലികമായി രാജ്യത്ത് എത്തിയവർക്കോ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നത് തടയാനാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ ഇത് ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവ് നടപ്പാക്കുന്നത് വിവിധ ഫെഡറൽ കോടതികൾ തടഞ്ഞിരുന്നു. 22 സംസ്ഥാനങ്ങളും കുടിയേറ്റ അവകാശ സംഘടനകളും അടക്കം എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ കോടതികളെ സമീപിച്ചിരുന്നു. കീഴ്ക്കോടതികളുടെ ഉത്തരവിനെതിരെ ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടി. പ്രസിഡന്റിന്റെ ഉത്തരവ് തടയാൻ കീഴ്ക്കോടതികൾക്ക് അധികാരമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഉത്തരവ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. മാസങ്ങൾക്ക് ശേഷം ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന്റെ നിയമസാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടായാൽ അത് വലിയ നാശമായിരിക്കുമെന്ന് അടുത്തിടെ പ്രസിഡന്റ് ട്രംപ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. ജന്മാവകാശ പൗരത്വം ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും അടിമകളുടെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു എന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. കോടതിയും അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നുവെന്ന് പറഞ്ഞ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായാൽ അത് വളരെ നാശകരമായ ഒരു തീരുമാനമായിരിക്കുമെന്നും വ്യക്തമാക്കി. 1868 നിലവിൽ വന്ന 14-ാം ഭേദഗതി അനുസരിച്ച് കഴിഞ്ഞ 157 വർഷമായി അമേരിക്കയിൽ ജനിക്കുന്ന മുഴുവൻ പേർക്കും പൗരത്വം ലഭിച്ചു വരുന്നുണ്ട്. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിച്ചാൽ പ്രതിവർഷം ഏകദേശം 2,50,000 കുട്ടികൾക്ക് അമേരിക്കയിൽ ജനിച്ചിട്ടും പൗരത്വം ലഭിക്കാതെ വരും. ഇത് 2045 ആകുമ്പോഴേക്കും അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 2.7 ദശലക്ഷമായി വർദ്ധിക്കുകയും 2075 ആകുമ്പോഴേക്കും 5.4 ദശലക്ഷമായി വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 2022 പുറത്തുവന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏകദേശം 4.4 ദശലക്ഷം അമേരിക്കൻ പൗരന്മാർ അനധികൃത കുടിയേറ്റക്കാരായ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നുണ്ട്.